മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എന്തേ മമ്മി നമ്മള് ഡാഡി എവിടെ? അതല്ല ഡാഡി എങ്ങനെ അറിഞ്ഞ പിന്നെ തീർന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാട് വിടും. അമ്മേ എനിക്ക് പേടിയാവുന്നു. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ? ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചോണ്ട് കേശു എവിടെ പോയേക്കണ? എവിടെയെങ്കിലും പോവാന്നെങ്കിൽ ഇവന് വിളിച്ചു പറഞ്ഞിട്ട് പൊക്കൂടെ? ഹലോ കൃപാന്തേ, എടാ ഞാൻ നേരത്തെ വിളിച്ചതേ വേറൊന്നുമല്ല. കേശുവിനെ വിളിച്ചിട്ടേ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയണം. എടാ രാവിലെ കളിക്കാനെന്നും പറഞ്ഞ് പോയതാണ് ഗ്രൗണ്ടിലോട്ട്, ഇതുവരെ വന്നിട്ടില്ലെന്നേ. എടാ അങ്ങോട്ട് എന്തെങ്കിലും വരണമെങ്കിൽ എൻ്റെ അടുത്തൊന്ന് പറയണേ. നീ അപ്പം ബാംഗ്ലൂർ പോയേ? ആ ശരി ശരി. ഇല്ലടാ ഒരു പ്രശ്നമില്ല. ഞാൻ വിളിക്കാം. ശരിടാ. ആരെ വിളിച്ചേ? ആരെ വിളിച്ചേന്ന്? കൃപാന്തനെടാ. അങ്ങോട്ട് വല്ലതും പോയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ച്. അമ്മായി കേശവനെ വിളിച്ചു നോക്കിയോ? വിളിച്ച് ഒരുപാട് തവണ വിളിച്ച് ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയണമെന്നേ. അയ്യോ, ഇനി വല്ല മാച്ചും കാണോ അതുകൊണ്ടാണോ താമസിക്കണേ? രാവിലെ പോയതല്ലേ, കളി കഴിഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞു. ഇത് ശരിയാണ്. എന്നാൽ ഈ ചെറുക്കത് എവിടെ പോയി കിടക്കണം? ഇനിയിപ്പൊ ലച്ചുനെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവക്ക് ടെൻഷനാവും. അമ്മായി ശിവചേച്ചി കുഴപ്പമുള്ളതാണല്ലോ, അപ്പൊ കേശവനെ കുഴപ്പമുള്ളത് പോയി കാണുവോ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലേ. ലച്ചുനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ലച്ചു, എവിടെ? കുഴപ്പമുള്ള അതെ സുഖം തന്നെ. അല്ല അതല്ല, ശിവ എവിടെ? ശിവ അവൾ അടുക്കളയിലൊക്കെ കേറിയാ? നാളെങ്കിൽ വരൂലേ രണ്ടുപേരും കൂടി? മര്യാദക്ക് ഇങ്ങോട്ട് വരാൻ പറ. നിന്റെ അനിയത്തി പറയണം മര്യാദക്ക് ഇങ്ങോട്ട് വരാൻ. അതെ ഒരു കാര്യം, നിന്നെ കേശു വിളിച്ചായിരുന്നാ? വിളിച്ചില്ലേ? ഞാൻ കേശുവിന് ഒരു ആവശ്യത്തിന് വിളിച്ചിരുന്നേ, അപ്പം ഫോണ് സ്വിച്ച് ഓഫ്. ആടാ. ശരി ശരി, പെട്ടെന്ന് വരാൻ നോക്ക്. ശരി. അവിടെ ഇല്ല. ഇപ്പൊ എവിടെ പോയവൻ? ഞാൻ ഇനി ആരെ വിളിച്ച് ചോദിക്കാ ഇനി? അമ്മായി മെർലിൻ ചേച്ചി വിളിച്ചു ചോദിക്കും. ചിലപ്പോ അന്നത്തെ പോലെ ട്രിപ്പിന് പോയി കാണും. ശരിയാണ്, ചിലപ്പോ രണ്ടും കൂടി ട്രിപ്പിന് പോയി കാണും. അതായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അല്ലേ? മെർലിനെ വിളിക്കാം. അയ്യോ ഫോൺ. ആരാ? അമ്മായി. ഏതമ്മായി? ഗൗരിയമ്മായി. ഏത് ഗൗരിയമ്മായി? കേശുവിന്റെ അമ്മായി ഗൗരിയമ്മായി. അവരിപ്പോ എന്തിനാ നിന്നെ വിളിക്കുന്നേ? എനിക്ക് അറിഞ്ഞൂടാ, കേശുവിനെ കാണാൻ വിളിക്കുന്നതായിരിക്കും. എടുക്കണ്ട. കട്ടെ. അങ്ങോട്ട് തിരിച്ചു വിളിക്കാനൊന്നും നിക്കണ്ട. അവരിനി ഇങ്ങോട്ട് വീണ്ടും വിളിക്കുകയാണെങ്കിൽ ആലോചിച്ചിട്ട് മാത്രം എടുത്താൽ മതി. എന്താലോചിച്ചിട്ട് എടുക്കണ്ടേ? അതെ അതെനിക്ക് അറിഞ്ഞൂടടി മമ്മി. ഫോൺ എടുക്കണല്ലോ. ഒന്നും കൂടെ വിളിച്ചു നോക്ക്. അങ്ങനെ വീണ്ടും വിളിക്കുന്നത്. എടുക്കട്ടെ. ഹലോ അമ്മായി. ഹലോ മെർലിന്. മെർലിൻ എവിടെ? ഞാൻ വീട്ടിലുണ്ടാ? ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? ഞായറാഴ്ചയായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല.
അതെന്ത് മെർലിനെ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്ന്. ഞാൻ പറയട്ടോ എന്താണ് പരിപാടി ഇന്ന്. ആ മെർലിൻ പള്ളിയിലൊക്കെ പോയി വീട്ടിൽ വന്ന് ബീഫും ചിക്കനും മട്ടനൊക്കെ കഴിച്ചിരിക്കുമായിരിക്കൂലേ? ആ ആ ആ ആ എന്തു പറ്റി മെർലിന്? ഒരു വല്ലായിക പോലെ. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ എന്താ പതിവില്ലാണ്ട് വിളിച്ചേ? അതെ മെർലിനെ, രാവിലെ കേശു ആണെങ്കിലേ ഗ്രൗണ്ടിലോട്ട് കളിക്കാന്നും പറഞ്ഞു പോയേ, ഇതുവരെ എത്തിയിട്ടില്ല. മെർലിനെ വല്ലതും വിളിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. അമ്മ കേശുവിനെ ചോദിക്കുന്നു, ഞാൻ എന്താ പറയണ്ടേ? എനിക്കറിഞ്ഞൂടാ, നിന്റെ ഫ്രണ്ട് അല്ലേ, നീ എന്താന്ന് വെച്ചാ പറഞ്ഞു. ഹലോ മെർലിനെ, ഹലോ. ആ അമ്മായി കേക്കാം. കേശു വിളിച്ചില്ല. ഞാൻ വിളിക്കേ. ശരി എന്നാ. മെർലിൻ ഒരുമാതിരി സംസാരിക്കുന്നു. ചിലപ്പോ ഡാഡി അടുത്ത് കാണും, അതായിരിക്കും. എന്നാലും ഞാൻ വിളിച്ചവള് നോർമലായിട്ട് സംസാരിക്കണല്ലേ, ഇത് ഇങ്ങനെ സംസാരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ വീട്ടിൽ പറയാണ്ട് ഇങ്ങോട്ട് വന്നേക്കുന്നേ, അതിന്റെ ടെൻഷനില്ല അമ്മായി വിളിച്ചേ. അമ്മേ കൈ ഒഴിയാൻ നോക്കണോ? അയ്യോ അല്ലടി. ഈ ചെറുക്ക എന്നാൽ എവിടെ പോയി കിടക്കണ? എന്നാച്ച്? കനകേന്റി സ്റ്റേഷനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാ. അയ്യോ, ഞങ്ങള് ലച്ചേച്ചിയും പിന്നെ മെർലിൻ ചേച്ചി വിളിച്ചു, അവർക്കും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. എവിടെ പോയി കിടക്കണാണോ എന്തോ എന്റെ ചേച്ചി. ഇനി കളിക്കാൻ പോയപ്പോഴേ ഗ്രൗണ്ടിൽ വല്ല ഉരുണ്ട് വീണാണോ എന്തോ. അമ്മായി ഗൗരി, ചേച്ചി മനുഷ്യന്മാരല്ലേ, കളിക്കുമ്പോ ഉരുണ്ടൊക്കെ വീഴും. ഇവനാണെങ്കിൽ എന്തെങ്കിലും പറ്റിയൊന്നും വിളിച്ച് പറയത്തുമില്ല, വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാനായിട്ട്. ഞാൻ ലച്ചനെ വിളിച്ച് ചോദിച്ചെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനാ അവളും കൂടെ ടെൻഷൻ അടിക്കണം? അത് നല്ലാച്ചു ഗൗരി. നല്ല സമയം എത്ര എന്റെ കനകേച്ചി? പിള്ളേരെ, നിങ്ങൾ കേശുവിനെ വിളിക്കുവോ, കേശു ഇങ്ങോട്ട് വിളിക്കുവോ വല്ലതും ചെയ്തോ? എന്റെ അമ്മ എത്ര തവണ വിളിച്ച അവന്റെ ഫോണ് സ്വിച്ച് ഓഫ്. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുവാ? அதேதான் அம்மா நாங்க சொல்லிட்டு இருக்கோம். இனி என்ன செய்யலாம்? கௌரி, நீ ஒன்னு செய், அவனோட ஃப்ரெண்ட்ஸை கூப்பிட்டு பாரு. എന്റെ പൊന്ന് കനകേച്ചി, അവന്റെ ഒരു ഫ്രണ്ട്സിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. ഇനിയിപ്പൊ ആരെ വിളിച്ച് ചോദിക്കാനാണോ എന്തോ. അമ്മായി ഭാഷങ്ങളെ വിളിച്ചു നോക്ക്. അതൊരു നല്ല ഐഡിയ ആണ്. கூப்பிடு கூப்பிடு. വാസണ്ണനെ വിളിക്കാം. பாசி அண்ணாக்கு ஒருவேளை தெரியும். ഹലോ വാസണ്ണ, വാസണ്ണ എവിടെ? നിങ്ങൾ ഏത് സമയം റോഡിലും പാടത്തും വരുമ്പത്തൊക്കെ തന്നെ. പുഷ്പലത ചേച്ചി എന്തു പറയാണ്? ആ, തിരുവല്ലത്ത് പോയേക്കണാ. അണ്ണനെ കൂടെ പോകത്തെന്ത്? അല്ല അണ്ണാ, ഞാൻ വിളിച്ചെന്താന്നറിയോ, കേശുവിനെ വിളിച്ചിട്ട് കിട്ടണില്ല, ഫോണ് സ്വിച്ച് ഓഫ്. അങ്ങോട്ട് വല്ലതും വന്നിട്ടുണ്ടായിരുന്ന? അല്ല അണ്ണാ, അവൻ രാവിലെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയത്. ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. അണ്ണാ ഒരു കാര്യം ചെയ്യോ അണ്ണാ, അവന്റെ ഫ്രണ്ട്സിനെ വല്ലതും കാണണമെങ്കിലേ ഞങ്ങൾ വീട്ടിൽ അന്വേഷണം പറഞ്ഞേക്കോ? എന്നാ പറയണേ അണ്ണാ. ഓ ശരി ശരി, ഓക്കെ. എന്ത് പറഞ്ഞ? അങ്ങോട്ടും പോയിട്ടില്ല, കണ്ടിട്ടില്ല. അയ്യോ, ഇത് എത്ര സമയമായി ചെറുക്കൻ പോയിട്ട്. ഞാൻ ഇപ്പൊ വരും എന്നും പറഞ്ഞോണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. ലച്ചു ഇവിടെ ഇല്ല, ശിവാനി ഇവിടെ ഇല്ല. അനേ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ വല്ലതും പറഞ്ഞാ കൂടിപ്പോവും. കൊള്ളാം എന്തായാലും. ആരെങ്കിലും കാണാതാവുമ്പോ മാത്രം കൊള്ളാൻ കൊള്ളാന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. പറയാനുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയണം. എന്ത് പറയണം? പിള്ളേരെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ എവിടെ പോകുന്ന എപ്പ വരുമെന്നൊക്കെ ചോദിക്കണം. അല്ലാതെ അമ്മൂമ്മയെന്നും പറഞ്ഞോണ്ട് ഗമയെ നടന്നിട്ട് കാര്യമില്ല. ഇല്ല, കാര്യമില്ല. എന്ത് വന്നാലും എന്റെ മണ്ടയ്ക്കാണല്ലോ കുഴപ്പം. നിങ്ങൾ എല്ലാരും നല്ലതാണല്ലോ. എന്റെ പൊന്നമ്മ, ഇപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പറ, എന്നെ പറ. എന്റെ അമ്മ കൊച്ചു പോയിട്ട് എവിടെയാണെന്ന് പോലും അറിഞ്ഞൂടാ. ഇത് നോക്കാനുള്ള സമയത്ത് രണ്ടുപേരും കൂടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കണം. പാറു
നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ചെറിയ വായിൽ വലിയ വർത്താനം പറയരുതെന്ന്. എന്നുള്ളതേ ഞാൻ നിനക്ക് തരാം. ഈ കൊച്ചിത് എവിടെ പോയി കിടക്കുന്നു? മെർലിനെ അകത്തുനിന്ന് ഒച്ചൊന്നും കേൾക്കുന്നില്ല. എന്തോ ആ നീ ചെന്ന് വിളിക്കേ. ഞാനോ? മമ്മിയുടെ ഹസ്ബൻഡ്. മമ്മി പോയി വിളിക്ക്. നിന്റെ ഫ്രണ്ട് ലൈൻ്റെ ഉള്ളിൽ കിടക്കുന്നേ. മമ്മി പോയി വിളിക്കോ അമ്മേ? എനിക്ക് പറ്റൂല. എനിക്കും പറ്റൂല. മമ്മി മമ്മി നമ്മളെ കൊണ്ട് പറ്റും. യു ബ്രേവ്. ചെല്ലേ. ഇച്ചായാ, ഇച്ചായാ, ഇച്ചായാ. എന്തുവാ? ഹായ്, ഡ്രസ്സൊക്കെ മാറി സുന്ദര കുട്ടപ്പനായല്ലോ. പിന്നെ മാറണ്ടേ? ആ മാറണം. ഡാഡി കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചേച്ചല്ലേ പോയത്. ആ ശരിയാണല്ലോ. വേണമെങ്കിൽ കുറച്ചുകൂടെ കഴിക്കാം. സമയമായില്ല. ഡാഡിയുടെ ഒരു കാര്യം, ഭക്ഷണം ഒന്നും സമയത്തിന് കഴിക്കില്ല. നിങ്ങൾക്ക് എന്താ പറ്റിയിരിക്കണേ? എന്തുവാടി? ഒന്നുമില്ല ഡാഡി, സോപ്പ് തീർന്നോ നോക്കിയത്. പിന്നെ നിങ്ങൾ എന്താ ഇടുക്കിക്ക് പോവാഞ്ഞേ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ ലാൻഡ് ഓണറുടെ റിലേറ്റീവ് മരിച്ചെന്ന്. നല്ല സമയം. മരിച്ചതാ? അല്ല, നല്ല മഴ പെയ്തിരുന്നെങ്കിൽ. ഇനി നിങ്ങൾ എന്താ ഇടുക്കിക്ക് പോകുന്നേ? അതൊരു അപശകനം പിടിച്ച സ്ഥലാ, ഞാൻ പോകുന്നില്ല. അത് വേണ്ട. അങ്ങനെയൊന്നുമില്ല ഡാഡി, അതൊക്കെ ചുമ്മാ അറിയുന്നല്ലേ. ആ അങ്ങ് വാങ്ങിക്കേ. അത് ശരിയാവില്ല. നമ്മുടെ ജോസ് പറഞ്ഞ് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ പോയ സ്ഥലമല്ലേ, അതൊക്കെ വാങ്ങിക്കുന്നേ. ഇതെന്ത് പറയാം? മമ്മി മോളും എന്റെ ബിസിനസ് കാര്യത്തിൽ ഇടപെടാത്താണല്ലോ. ഇതെന്ത് പറ്റി? ജോസങ്ങൾ ആ സ്ഥലത്തെ പറ്റി പറഞ്ഞ മുതലേ ഞങ്ങൾക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, ജോസ് എപ്പോഴാ നിങ്ങളോട് സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ? ഡാഡിയോട് ജോസങ്ങൾ പറഞ്ഞില്ലേ സ്ഥലത്തെ പറ്റി, അപ്പൊ മുതൽ. ഇനി ആ സ്ഥലമൊന്നും വേണ്ട. അതെ, ഇടുക്കിയിൽ വേറെ സ്ഥലമുണ്ട്, നമുക്ക് നോക്കാം. എന്താ അതിനാണോ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ? എന്താ നിങ്ങൾക്ക് എന്താ പറ്റിയേ? അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ കറങ്ങുന്നേ? ഇത് നമ്മുടെ ബെഡ്റൂം അല്ലേ? ഇതല്ല അടുക്കളയിൽ പണിയില്ലേ? ആ, അടുക്കളയിൽ എനിക്ക് എന്തോ പണിയുണ്ടായിരുന്നു. എനിക്ക് പണിയുണ്ടടി, വിട്. നീ എന്തിനാ ഇവിടെ ചുറ്റിത്തിരിയുന്നേ? അയ്യോ ഡാഡി, എന്താ മോളെ? ഒരു മനസമാധാനമില്ല ഡാഡി. ഞാനേ കൊറേ നാളായിട്ട് വിചാരിക്ക ഡാഡിയുടെ മുറിയില് മനസമാധാനായിട്ടൊന്നിരിക്കണം. ഈ റൂമിൽ ഒരു മനസമാധാനം കിട്ടൂല മോളെ. ഞാനൊന്നിരുന്ന് നോക്കട്ടെ ഡാഡി. എന്ത്? ഒന്ന് പുറത്തു പോ പ്ലീസ്. പെണ്ണിന്റെ കാര്യം പ്ലീസ് ഡാഡി. ഒരു മനസമാധാനം ഇല്ലാത്ത റൂം അത്. ഞാൻ നോക്കട്ടെ ഡാഡി. നോക്കിയോ ഡാഡി? ഞാനേ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ പോണേ, ഡിസ്റ്റർബ് ചെയ്യല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവിടെ ഇപ്പണ്ട് ചെന്ന് കേറി കൊടുക്ക്. എന്നെ കൊല്ലും നിന്നെ കൊല്ലും. എനിക്ക് വീട്ടിൽ പോണം.
എങ്ങനെങ്കിലും പോടാ. അങ്ങനെയല്ലേ പോവാനോ? അടച്ചിട്ട് മുറി തറയിപ്പോ ഞാൻ തന്നെ വെള്ളം പോവോ? നടക്കാൻ പറ്റുമോ? അത് ഇളക്കാൻ പറ്റൂല. അത് ഡാഡി മോഹവില കൊടുത്ത് നിലമ്പൂരിന്ന് വരുത്തി തടി കൊണ്ടുണ്ടാക്കിയ ജനല. ഒരിടത്ത് വീട്ടിൽ പെട്ടടക്കുമ്പോൾ നീ പ്രമാണത്തരം പറയണം. പറയണില്ല ഞാൻ. രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഐഡിയ ഉണ്ട്. എന്താ? ആലോചിക്കട്ടെ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. അതെ, ഡാഡി പുറത്താ. നമുക്ക് കിച്ചണിന്റെ ഡോർ വഴി പുറത്തേക്കാറാം. ഓക്കെ. സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ല, സത്യമായിട്ട് അറിഞ്ഞോണ്ടല്ല. കാര്യം എനിക്ക് വേഗം കിച്ചണിന്റെ ഡോർ വഴി ഓടിക്കോ. അല്ല, പുറത്തൊന്നും ആരെങ്കിലും കണ്ട എന്ത് പറയും? ഡെലിവറി പോയാണെന്ന് പറ. ആ ഡാഡി പുറത്തം കണ്ടണം. എനിക്കറിയോ അകത്തേക്ക് പറഞ്ഞ കാര്യം. ഇതിനി ആരുടെ റൂമാണോ ആവോ? ഗസ്റ്റ് റൂമാ. അപ്പൊ കുഴപ്പമില്ല, എനിക്ക് നിൽക്കാം. എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇവിടെ നിൽക്ക്. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് വരാം. പിന്നെ ആര് മുട്ടിയാലും തുറക്കരുത്. നീയാ മുട്ടുന്നത് ഞാൻ എങ്ങനെ അറിയും? ശരിയാണല്ലോ. ആദ്യം 2 മുട്ട്, പിന്നെ 4 മുട്ട്. ഓർഡർ തെറ്റിച്ച് അമ്മച്ചാണ് ഞാൻ തുറക്കൂല. 2 മുട്ട. പോട്ടെ, പൂട്ടിക്കോ. പൂട്ടിക്കോ.
ഹലോ. ഞാൻ പിന്നെ എന്തോ ചെയ്യണം? പക്ഷേ നീ അകത്തെങ്ങാനും ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്ങനെ കിടന്ന് ഉറങ്ങും? കേശവണ്ണയും കാണാനില്ല, കേശവണ്ണ തപ്പാൻ പോയ അമ്മായിയെ കാണാനില്ല. യേശു ഇങ്ങ് വരട്ടെ, എന്നെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്. അടിച്ചവന്റെ തോലി ഞാൻ പൊളിക്കും. എൻ്റെ ദൈവമേ, ഈ വയസ്സെന്ന കാലത്ത് ഇതാന്നല്ലോ എൻ്റെ വിധി. ഇങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല, ഞാനങ്ങ് പടവലത്ത് പോവും. സങ്കടപ്പെട്ടിരിക്കുമ്പോ സങ്കടപ്പെടുത്തുന്ന കാര്യം പറയല്ലേ അമ്മൂമ്മ. பாரு அம்மா அம்மாவோட வருத்தத்தை சொல்லிட்டு இருக்காங்க, அவங்க சொல்லட்டும் பாரு. ഇതിപ്പം വിഷമമാണെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു തീർക്കാം. അപ്പൊ ആദ്യ കയറിയിരിക്കുമല്ലോ. ആദ്യാന്നും പറഞ്ഞുകൊണ്ട് ഈ കാര്യം നെയ്യാറ്റിൻകര പടവലത്തെ വിളിച്ച് പറയാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരുന്ന എങ്ങനെയാ? சொல்லாம இருக்க எப்படி முடியும்? சொல்லாம இருந்தா அது பெரிய தப்பா மாறிடும். എനിക്ക് പേടിയാവും. பேடியெல்லாம் வேண்டாம், கேசு சேட்டன் தானே, கண்டிப்பா திரும்பி வருவான். എന്തായി മോളെ? கௌரி என்னாச்சு கௌரி, சொல்ல. എന്തായി അമ്മായി? നിങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ബഹളം വെക്കാതെ. ഞാൻ ജംഗ്ഷനിലോട്ട് പോയി. അപ്പൊ അവിടെ ഒരു ചായക്കടയുടെ ഫ്രണ്ടില് അവന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ബാസ്റ്റണ്ണൻ നിപ്പുണ്ടായിരുന്നു. ഞാൻ അവരടുത്ത് ചോദിച്ച്, അവര് പറഞ്ഞത് രാവിലെ അവൻ ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്കാണെന്നും പറഞ്ഞു പോയെന്ന്. പിന്നെ അവനാരും കണ്ടിട്ടുമില്ല, അവനാരും വിളിച്ചിട്ടുമില്ല, അവനും വിളിച്ചിട്ടില്ലെന്ന്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അമ്മ, നിങ്ങളിങ്ങനെ എന്നെ ടെൻഷൻ ആക്കാതെ. അമ്മ, ഞാൻ അവര് കുറച്ച് പിള്ളേരുടെ നമ്പർ മേടിച്ചിട്ടുണ്ട് അവന്റെ ഫ്രണ്ട്സിന്റെ, ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാം. கௌரி நைட் ஆச்சுல்ல, நம்மளுக்கு எல்லாரையும் கூப்பிட்டு சொல்ல வேண்டாமா? എന്നാ പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും, എല്ലാരും വിളിച്ച് പറ. അമ്മ, ഞാൻ പടവലത്ത് അച്ഛനെ വിളിച്ച് വേറെ കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് അച്ഛനെ വിളിച്ച് ചോദിച്ചത്. അപ്പൊ കേശു അവിടെ ഇല്ലെന്ന് മനസ്സിലായി. എന്തിനാണ് വെറുതെ അച്ഛനടുത്തും കൂടെ പറഞ്ഞ് അച്ഛനെയും കൂടെ ഈ വയസ്സാം കാലത്ത് ടെൻഷൻ ആക്കണേ? അവ ഇങ്ങ് വന്നു കയറിയിട്ടേ വല്ല ന്യായം പറയട്ടെ, അടിച്ച് ഞാൻ അവനെ തൊലി പൊട്ടിക്കും, നോക്കിക്കോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, കേശവൻ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. கௌரி, நம்மளுக்கு லட்சுமி சிவா எல்லாம் கூப்பிட்டு சொல்ல வேண்டாமா? എന്തിനേച്ചി രാത്രി അവരെ വിളിച്ച് വെറുതെ ടെൻഷൻ ആക്കണേ? ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്നിലാണെങ്കിലേ കുറച്ച് നമ്പർ ഉണ്ട് അവന്റെ കൂട്ടുകാരുടെ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഓരോരുത്തരായിട്ട് വിളിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം, സമാധാനപ്പെടും നിങ്ങള്. എന്റെ ദൈവമേ, എന്തൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണം. ஒரு விஷயம் எனக்கு தெரியும், இவ்வளோ லேட் ஆயிட்டு அவனை நம்ம பார்க்காம இருந்ததுன்னா நம்ம எல்லாருமே ടെൻഷൻ അടിക്കുന്നു, അവനക്ക് நல்லா தெரியும். അത് ശരിയാണ്. എന്തെങ്കിലും പ്രശ്നം പറ്റിയതുണ്ടല്ലോ, എവിടെ വീണാലും അവ എഴഞ്ഞാലും വീട്ടിലെത്തും. ഇത് വേറെ എന്തോ പറ്റിയതാണ്, എവിടെ ലോക്കായിട്ടുണ്ടാവും. അതാണ് ആലോചിക്കുമ്പോണ്ടല്ലേ തലപ്രാന്ത് പിടിക്കുന്ന എനിക്ക്. ഇനി ഏതെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോലീസ് പിടിച്ചായിരിക്കോ? പിന്നെ പോലീസ് പിടിച്ചെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ വിളിച്ച് പറയൂലേ? ഇത് അതൊന്നും അല്ല, വേറെന്തോ പ്രശ്നമാണ്. എന്റെ പെരുന്തിരക്കോവിലപ്പ, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. அம்மா, എന്റെ അമ്മ, അമ്മ കരയാതെ അകത്ത് പോയി കിടക്കണോ അമ്മ? അമ്മ എണീക്കണം. അമ്മ എണീക്കണം ചേച്ചി, അകത്തോണ്ട് വെക്കണം. வாங்கம்மா. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.